This is Galaxy's ultrasonic probe sonicator. അപ്പം ഇതെന്ന് പറയുന്ന ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിവൈസ് ആണ് വിച്ച് ഇന്റഗ്രേറ്റ്സ് ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള കൺട്രോൾ പാനൽ ആൻഡ് എ സൗണ്ട് പ്രൂഫ് ചേംബർ. ഇതാണ് ആ സൗണ്ട് പ്രൂഫ് ചേംബർ. ഒരു സിംഗിൾ ആയിട്ടുള്ള കോമ്പാക്ട് യൂണിറ്റിലേക്ക് ഇത് രണ്ടും കൂടി അത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഇതിന്റെ എഫിഷ്യൻസി കൂട്ടും. ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അക്കൗസ്റ്റിക് കാവിറ്റേഷൻ ആണ് ആൻഡ് ഇറ്റ് വർക്ക്സ് ഓൺ ഓൾമോസ്റ്റ് 20 കിലോഹെർട്സ് ഫ്രീക്വൻസി. അപ്പൊ ഈ അക്കൗസ്റ്റിക് കാവിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഹൈ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഹൈ ഇന്റൻസിറ്റി ഉള്ള അൾട്രാസോണിക് എനർജി യൂസ് ചെയ്തിട്ട് റാപ്പിഡ് പ്രഷർ, ഒരു ലിക്വിഡ് നമ്മളൊരു സാമ്പിൾ ലിക്വിഡ് അവിടെ വെക്കും. അതില് ഇന്റൻസ് ആയിട്ടുള്ള അൾട്രാസോണിക് എനർജി കാരണം പ്രഷർ സൈക്കിൾസ് ക്രിയേറ്റ് ആവും. ആ ലിക്വിഡിൽ പ്രഷർ സൈക്കിൾസ് ക്രിയേറ്റ് ആവും. അപ്പം ഈ പ്രഷർ സൈക്കിൾസ് കാരണം തന്നെ അവിടെ ആ ലിക്വിഡിൽ തന്നെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ബബിൾസ് ക്രിയേറ്റ് ആവും വിച്ച് കൊളാപ്സസ് വയലന്റ്ലി പ്രൊഡ്യൂസിങ് ഇന്റൻസ് ആയിട്ടുള്ള ഷിയർ ഫോഴ്സസ്. ആ ലിക്വിഡിലുള്ള ബബിൾസില് ഷിയർ ഫോഴ്സസ് ക്രിയേറ്റ് ആവും, ഷോക്ക് വേവ്സും ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പം അത് വിച്ച് ഡിസ്പേഴ്സ് സെൽ പാർട്ടിക്കിൾസ് ഡയറക്ട്ലി. അപ്പം ഇതിന്റെ മെക്കാനിസം എന്ന് പറയുന്നത് ഈ ജനറേറ്റർ ഇലക്ട്രിക്കൽ എനർജിനെ മെക്കാനിക്കൽ വൈബ്രേഷൻ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ആൻഡ് അത് ഡയറക്റ്റ് ആയിട്ട് ഈ ഇതിലൂടെ പ്രോബിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഈ ലിക്വിഡിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. ഇതാണ് ട്രാൻസ്ഡ്യൂസർ, അതിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതാണ് പ്രോബ്. ഇതുള്ളത് 6mm ആണ് നമ്മുടെ പ്രോബ് ഉള്ളത്. 6mm പ്രോബാണ് ഉള്ളത്. ഇത് മെയിൻ യൂണിറ്റിലേക്ക് കണക്ട് ചെയ്യണം. അപ്പൊ ആദ്യം ഇത് പ്ലഗ് ചെയ്യണം. തിരിച്ചു കൊടുക്കുക. ഇത് മെയിൻ യൂണിറ്റിലേക്ക് പവർ സപ്ലൈക്ക് വേണ്ടിയിട്ടാണ്. ഇതാണ് പവർ സപ്ലൈ കൊടുക്കാനുള്ളത്. അപ്പം ഇത് കണക്ട് ചെയ്ത് വെക്കാം. അപ്പം ഇതിന് ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. ആൻഡ് ഫ്യൂ അമംഗ് ദം ഇസ് സെൽ ലൈസിസ്, ദാറ്റ് ഈസ് ബ്രേക്കിംഗ് ഡൗൺ ഓഫ് സെൽ മെംബ്രെയിൻ ടു എക്സ്ട്രാക്ട് ഇന്റർസെല്ലുലർ കോമ്പണൻസ് ലൈക്ക് DNA, RNA അല്ലെങ്കിൽ ഒരു സെല്ലിലുള്ള കോമ്പണൻസ് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നാനോ ടെക്നോളജീസിൽ പാർട്ടിക്കിൾസ് നാനോ സൈസിലേക്ക് ആക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. എമൾസിഫിക്കേഷൻ, മിക്സിംഗ് അപ്പ് ഓഫ് ഇമിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സിന്റെ മിക്സിംഗ് അപ്പിന്, പിന്നെ ഒരുപാട് എക്സ്ട്രാക്ഷൻസിന് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ DNA ഷെയറിംഗ്, ദാറ്റ് ഈസ് DNA ഫ്രാഗ്മെന്റ്സിനോ അല്ല RNA ഫ്രാഗ്മെന്റ്സിനോ ഇനി വേണ്ട പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സൈസ് ആക്കാൻ വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യാം. ഇതിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് കാണാം. ലൈക്ക് ഇതിൽ സൗണ്ട് പ്രൂഫിംഗ് ആയിട്ട് വരുന്നത് കണ്ടോ, ഇത് സൗണ്ട് പ്രൂഫിങ്ങിനായിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവമാണ്. ലൈറ്റ് വരുന്നുണ്ട് ഇവിടെ, ലൈറ്റ് സോഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടെമ്പറേച്ചർ സെൻസിങ്ങിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ സാമ്പിളിങ്ങിന് എടുത്ത് വെച്ചിരിക്കുന്ന ലിക്വിഡിലാണ് ഇത് വെക്കുന്നത്. ടെമ്പറേച്ചർ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പവർ ഓൺ ചെയ്താൽ ഇങ്ങനത്തെ ഒരു സ്ക്രീനാണ് വരിക. അതിൽ പ്രോഗ്രാംസ് ഉണ്ട്. ഇത് ഓൾമോസ്റ്റ് 100ഓളം പ്രോഗ്രാംസ് നമുക്ക് ഉണ്ടാവും. 100ഓളം പ്രോഗ്രാംസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ വരുന്നത് പ്രോബ് സെലക്ഷൻ ആണ്. ഇപ്പം നമ്മൾ 6mm ആയതുകൊണ്ട് തന്നെ ഇത് 6 ആണ്. നമുക്കിത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അവിടെ 3 വരുന്നുണ്ട്. നമുക്ക് വേണ്ടത് 6 ആണ്. ഞാൻ സേവ് ആൻഡ് എക്സിറ്റ് എന്നുള്ള ഓപ്ഷനിൽ കൊടുക്കാം. ഇതാണ് അടുത്തത് വരുന്നത്. ഇതിൽ നമുക്ക് പ്രോബിൻ്റെ സൈസ് കൊടുക്കുന്നുണ്ട്. പിന്നെ റിയൽ ടൈം ഫ്രീക്വൻസി ആണ് 20 കിലോഹെർട്സ് നേരത്തെ പറഞ്ഞത്. പിന്നെ സാമ്പിളിംഗ് ടെമ്പറേച്ചർ, നമുക്ക് വേണ്ട സാമ്പിളിംഗ് ടെമ്പറേച്ചർ നമുക്ക് കൊടുക്കാം. ഷട്ട് ഡൗൺ ടെമ്പറേച്ചർ നമ്മൾ ഒരു ത്രെഷോൾഡായിട്ടുള്ള ടെമ്പറേച്ചറാണ് ഇതിപ്പോൾ കൊടുത്തിരിക്കുന്നത്, 60 എന്ന് പറയുന്നത്. അതാകുമ്പോൾ പിന്നെ പ്രോസസ് ടൈം ആണ് ഇതിന് മാക്സിമം നമുക്ക് 99 hours 59 minutes കൊടുക്കാം. ഇതിൽ ഇപ്പോൾ നമ്മൾ 5 minutes ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി പൾസ് ഓണിൽ നമുക്ക് ഓൾമോസ്റ്റ് 9 വരെ കൊടുക്കാം. പൾസ് ഓഫിലും പിന്നെ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് ചേഞ്ച് വരുത്താം. ആൻഡ് അങ്ങനെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൽ ലൈറ്റ് സോഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു സാമ്പിൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലൈറ്റ് സോഴ്സ് ഓൺ ആക്കി നോക്കാം.
ലൈറ്റ് സോഴ്സ് ഓൺ ആക്കി വെക്കാം. പിന്നെ ഇത് മാനേജബിൾ ആണ്, നമുക്കിത് ഇങ്ങോട്ട് വേണമെങ്കിൽ തിരിച്ചിട്ട് കുറച്ചും കൂടി നമുക്ക് പറ്റുന്ന ഒരു രീതിക്ക് ഇത് വെക്കാവുന്നതാണ്. പിന്നെ ഈ പ്രോബിൻ്റെ ടിപ്പ് അതിൽ തട്ടണം, അതിന് വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോം ഡൗണും അപ്പും ഉണ്ട്. ആ ടിപ്പ് മുട്ടണം, കുറച്ചും ടിപ്പ് മുട്ടിയാൽ മതി. ഇത് ടെമ്പറേച്ചർ സെൻസറാണ്, ഇതിൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് ഇത് സെൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇതിനുള്ളിൽ എടുത്ത് വെക്കാം, ഇട്ടാൽ മതി. ടെമ്പറേച്ചർ സെൻസർ അപ്പം ഇതിപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തായി വരുന്ന സ്ക്രീനിൽ ഇപ്പോൾ സാമ്പിൾ ടെമ്പറേച്ചർ 25 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ സാമ്പിൾ ഈ വെച്ചതിനനുസരിച്ച് ഇത് വേണമെങ്കിൽ ഫ്ലക്ച്വേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 26 ഒക്കെ ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇതിൽ 26 ആണ് വരുന്നത്. സെറ്റ് ഡൗൺ ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് 60 ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്. പിന്നെ ഇത് പ്രോസസ് ടൈമാണ്, ഇത് നമുക്ക് ചേഞ്ച് നമുക്ക് അനുസരിച്ചിട്ടുള്ള വേണ്ടിയിട്ട് ചേഞ്ച് വരുത്തിക്കൊണ്ടിരിക്കുക. അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി അത് അവിടെ പ്രസ് ചെയ്തിട്ട് നമുക്കിപ്പോൾ 6 മിനിറ്റ്സ് ആണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ 6 ഇതിൽ എൻ്റർ അടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ 6 മിനിറ്റ്സ് ആവും. അപ്പോൾ അതുപോലെ തന്നെ പൾസോൺ നമുക്ക് ഓൾമോസ്റ്റ് മാക്സിമം ഒരു 9 ഒക്കെ അവിടെ കൊടുക്കാൻ പറ്റും. പ്രോസസ് ടൈം 99 ഹവേഴ്സും 59 മിനിറ്റ്സും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനെയാണ് നമുക്കിവിടെ ഇതുള്ളത്. പ്ലാറ്റ്ഫോം അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. പിന്നെ നമുക്ക് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാം. അതാണ് പ്രൊസീജിയർ. അൾട്രാസോണിക്കായിട്ടുള്ള സൗണ്ടിൻ്റെ കാരണം അവിടെ ബബിൾസ് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ പൾസ് ഓൺ ആൻഡ് ഓഫിന് വാരിയേഷൻസ് വേണ്ട കണ്ടോ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസും കൂടിയാണിത് ഇതിൽ. അപ്പം ഈ പ്രോബ് ഇപ്പം നമ്മൾ 6 ഡയമീറ്ററുള്ള പ്രോബാണ് എടുത്തിരിക്കുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് പ്രോബ് മാറ്റാം. ഇപ്പം പല ഇതിൽ ഡയമീറ്ററുള്ള പ്രോബ് നമുക്ക് കിട്ടി അതവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന് ഓൾമോസ്റ്റ് 2 lakhs അടുത്താണ്, 2.5 lakhs അടുത്താണ് കോസ്റ്റ് വരുന്നത്.